നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കർണാടകയിലെ ഹോസ്കോട്ടിൽ വാഹനാപകടം. 6 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. കാറും ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആദ്യം അമിത വേഗതയിൽ വന്ന കാർ ബൈക്കിൽ ഇടിക്കുകയും കാർ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത്. ബൈക്ക് യാത്രക്കാരും കാറിലുണ്ടായിരുന്ന 6 പേരുമാണ് മരണപ്പെട്ടത്. അപകട കാരണം കാറിന്റെ അമിത വേഗതയെന്ന് പോലീസ് നിഗമനം. ഇടിച്ച കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു, പൂർണ്ണമായും കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന ദമ്പതികൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ജഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിനശിച്ചു. തീപ്പൊരി കണ്ടതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന ദമ്പതികൾ പുറത്തേക്ക് ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റശേഖരമംഗലം സ്വദേശി രാധാകൃഷ്ണനും ഭാര്യയുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ജഗതി പാലത്തിന് സമീപം രാവിലെയായിരുന്നു സംഭവം. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കാർ പൂർണ്ണമായും കത്തി. ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. റോസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ യുവതിക്ക് നിയമക്കുരുക്കായി. വീഡിയോയിൽ മദ്യക്കുപ്പി വ്യക്തമായി ദൃശ്യമായതിനെ തുടർന്ന് പോലീസ് കേസെടുത്താണ് വിവാദത്തിന് വഴിവെച്ചത്. ബീഹാറിലെ മദ്യനിരോധന നിയമം എത്രത്തോളം കർശനമാണെന്ന് മനസ്സിലാക്കുന്ന സംഭവമാണ് പുറത്തുവരുന്നത്. ഭർത്താവിനൊപ്പം റോസ് ഡേ ആഘോഷിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാഞ്ചൻ ദേവി എന്ന യുവതിയാണ് ഇപ്പോൾ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നത്. വീഡിയോയിൽ കണ്ട ഒരു കുപ്പി വീഞ്ഞാണ് പോലീസിനെ റെയ്ഡിലേക്കും കേസ് രജിസ്റ്റർ ചെയ്തതിലേക്കും നയിച്ചത്. നെടുമങ്ങാട് GHS അധ്യാപകരെ പൂട്ടിയിട്ടു. രാവിലെ സ്കൂളിലെത്തിയ 8 അധ്യാപകരെയാണ് സമരാനുകൂലികൾ പൂട്ടിയിട്ടത്. സ്കൂളിലെ മെയിൻ ഗേറ്റ് പൂട്ടിയിരുന്നു. പുറകുവശത്തെ വാതിലിലൂടെയാണ് അധ്യാപകർ അകത്ത് കയറിയത്. വൈകിട്ട് 4 മണിയോടെയാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാനായത്. ഓഫീസ് തുറക്കുകയോ ഹാജർ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതേസമയം കോഴിക്കോട് സ്കൂളിൽ കയറി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും CITU പ്രവർത്തകർ പുറത്താക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ വിവരം അറിയിച്ചതായും അവർ പറഞ്ഞു. ഇന്ത്യയുടെ ഭരണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മാറ്റത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സൗത്ത് ബ്ലോക്കിൽ നിന്നുള്ള മാറ്റം ഇന്ന് പൂർത്തിയാകും. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അത്യാധുനിക മന്ദിരമായ സേവാ തീർത്ത് ഇനി മുതൽ പ്രധാനമന്ത്രിയുടെ പുതിയ വിലാസമാകും. ഭരണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, സുരക്ഷാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ സമുച്ചയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിലെ പരിവർത്തന നാഴികക്കല്ല് എന്ന് സർക്കാർ വിശേഷിപ്പിച്ച് ആ നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി പ്രധാനമന്ത്രി 100 രൂപയുടെ സ്മാരക നാണയവും പുറത്തിറക്കും. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.